ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അയർലാൻഡിലെ സ്ലൈഗോ കൗണ്ടിയിലുള്ള കേഷ്കോറൻ കേവ്സിലേക്കാണ് കേട്ടോ. അപ്പൊ നമ്മളിത് പോണ വഴി തന്നെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഈ മല കയറി നമുക്ക് ആ ഗുഹയിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ നമ്മളിവിടെ എത്തി ഓൾമോസ്റ്റ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് ഭയങ്കര നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് ഏകദേശം 24 മിനിറ്റ് ഒക്കെ ഇവിടേക്ക് ഉള്ളത് കേട്ടോ. 24-25 മിനിറ്റ് ഒക്കെ ഇവിടേക്ക് ഉള്ളൂ. അങ്ങനെ നമ്മള് ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ. താഴെ നിന്ന് നല്ല വ്യൂ ആണ്. നമ്മളിത് ഇവിടുത്തെ കുറച്ച് പ്രകൃതിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമ്മള് മുകളിലേക്ക് കയറാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. ഇത് കാണുമ്പോ ഇങ്ങനെ കുറച്ച് നല്ല രസമൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കാണ്. അങ്ങനെ ഇവിടെ നിന്നും കുറച്ച് കണ്ടോ, നിറച്ച കുറെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെ വീഡിയോ ഒന്നും കാണാൻ വേണ്ടി പറ്റും. ഗുഹയുടെ അവിടെയും അങ്ങനെ അവിടേക്ക് നടന്നു പോണവരും അങ്ങനെ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് നടന്നു. പിന്നെ ഇത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണല്ലോ. നമ്മൾ എവിടെ പോയാലും നമുക്ക് അടിയിൽ കാണാൻ പറ്റും. പശുവിനെയും നമ്മൾ നേരത്തെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മള് ഇവരൊക്കെ കണ്ട്, അതുപോലെ തന്നെ ഇത് നമ്മുടെ അവിടെ ഉള്ള വെള്ള പൂവാണ് കേട്ടോ. എന്റെ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും. അതെനിക്ക് തോന്നുന്നു വെയിൽ കൊണ്ടിട്ട് പിങ്ക് കളർ ആയതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സെയിം പൂവ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മളിത് കയറാണ് കേസ്. ഞാനിവിടെ പകുതി പോലും എത്തിയിട്ടില്ല. അപ്പോഴേക്കും കാലൊക്കെ കഴിച്ച് ഒരു പരിവായിട്ടോ. കാരണം ഇത് ഭയങ്കര കുത്തനെയാണ് കയറണേ. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 9:45, 10 മണിക്കായിരുന്നു അസ്തമിക്കണേ. അപ്പോ പക്ഷെ നമുക്കിത് പകുതി കയറിയപ്പോ തന്നെ ഒരു ചെയർ കണ്ടു കേട്ടോ. അപ്പൊ തന്നെ സമാധാനമായി. കാരണം അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം നല്ല പപ്പടായില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടെ ചെന്നു. അപ്പൊ ഏകദേശം അസ്തമിക്കാറായിട്ടുണ്ട്. അപ്പൊ ഇതൊരു മോളിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് അസ്തമയം കാണാനാണ് കേട്ടോ. സത്യം പറഞ്ഞ ഇവിടേക്ക് ആൾക്കാരെല്ലാരും വരാം. കാരണം അവിടെ കുറെ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മള് കുറച്ച് ലേറ്റ് ആയി. അങ്ങനെ നമ്മളിത് കയറും തോറും താഴോട്ട് നോക്കും തോറും ഭംഗി കൂടി കൂടി വരുന്ന പോലെ എനിക്ക് തോന്നിട്ടോ. കാരണം പകുതി കയറും നോക്കുമ്പോ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ നമ്മളിത് ഇതൊരു കണ്ട ചില സ്ഥലത്ത് ഇതുപോലെ ചെറിയൊരു വടിയൊക്കെ ഇട്ട് പടി പോലെ ഉണ്ട്. ചില സ്ഥലത്ത് പടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ചരലാണ് ഇട്ടിരിക്കണം. സ്ലിപ്പായി വീണാൽ ഉരുണ്ട് താഴെ എത്തും കേസ്. അപ്പോ അങ്ങനെ നമ്മള് നടന്ന് പോവാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മുകളിലേക്ക് കയറും തോറും താഴോട്ട് നോക്കുമ്പോ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടേക്ക് എത്തിയപ്പോ ഏകദേശം വഴി ചെറുതായിട്ടോ, കുഞ്ഞു വഴിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ നമ്മള് നടന്ന് കണ്ടോ, നമ്മുടെ വണ്ടി കിടക്കുന്നത് ഇത്ര ദൂരം നമ്മൾ നടന്നു കേട്ടോ. എന്നിട്ട് സൂര്യൻ അസ്തമിച്ചു കഴിച്ചു. പക്ഷെ നമ്മൾ അവിടെ എത്തിയില്ല. മുകളിൽ നിന്ന് കാണാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കാണാനും ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ഇരുന്ന് ആൾക്കാർ ആസ്വദിച്ച് സൺസെറ്റ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇവിടെ എത്തിയപ്പോ കുഞ്ഞു വഴി. ഇവിടെ നിന്ന് ഞാൻ അറിയാണ്ട് സ്ലിപ്പായി കഴിഞ്ഞാൽ ഉരുണ്ട് താഴെ എത്താട്ടോ. അങ്ങനെ നമ്മളിത് നടന്നു. എത്തി. അവിടെ കുറെ പേര് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറെ അത്യാവശ്യം നല്ല പ്രായമായവരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ ഈ മല കയറി എനിക്കറിയില്ല. സ്റ്റാമിന വേണം, സ്റ്റാമിന. അങ്ങനത്തെ ഒരാള് മലയും പുല്ലും കാടൊക്കെ പിടിച്ചത് വലിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ ഗുഹ കാണാൻ വേണ്ടിട്ട്. എനിക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് കാണുന്ന ഈ ഗുഹയിലാണ് കഴിച്ചു പോയത്. അങ്ങനെ നമ്മൾ നടന്ന് പയ്യെ കേറി ഉള്ളിലേക്ക് നോക്കാം കേട്ടോ. അപ്പൊ അതൊരു ചെറിയൊരു ഗുഹ പോലെ ഇങ്ങനെ നമുക്ക് എന്താ പറയാ, ഒരു ഗുഹ പോലെ. ഇവിടെ ഈ സിംഹവും ഈ പുലിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേസ്. ഉണ്ടെങ്കിൽ ഇവിടെ കയറി ഇരിക്കണ്ടായിരുന്നല്ലോ. അങ്ങനെ കണ്ടോ, ഇങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് നോക്കിട്ടോ. ഉള്ളിക്ക് അങ്ങോട്ട് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. റിസ്ക് എടുത്ത് ഉള്ളിൽ പോണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കണ്ടുള്ളൂ. കാണുമ്പോ തന്നെ പേടിയാവട്ടോ. വല്ലതും ചാടി പുറത്ത് വരുമ്പോ നമുക്ക് തോന്നും അതുപോലെ. അങ്ങനെ ഫോട്ടോ എടുത്ത് തരുമോ, എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു വ്യൂവിന്റെ ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോ അവരെന്നെ വീഡിയോ എടുത്ത് പറ്റിച്ചു ഗൈസ്. അതാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് വീണ്ടും നടന്നു ഗുഹയുടെ ഉള്ളിൽ കൂടെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകണം കേട്ടോ. അവിടെ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയൊരു അങ്ങോട്ട് ഉള്ളിലേക്ക് കുറെ സ്പേസ് ഉണ്ട്. ഇവിടെ നിറച്ച് ചെളിയാണ് കേട്ടോ. പിന്നെ അവിടെ ഫുള്ളി ഇരുട്ടാണ്. നമുക്കൊന്നും കാണാനൊന്നും പറ്റണ്ടായില്ല. പിന്നെ ഫുൾ ചെളിയാണ്, പോയി നോക്കാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മള് ഇവിടെ കണ്ടോ, നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമുള്ളതാണ് ഇവിടുത്തെ വ്യൂവും എല്ലാം. ഇവിടെ ഓരോരുത്തർക്ക് ഇരിക്കുന്നു കേട്ടോ. സൺസെറ്റ് ഓൾറെഡി കഴിഞ്ഞ കാരണം ഓരോരുത്തർക്ക് പോയി തുടങ്ങി. അങ്ങനെ നമ്മളിത് ഇങ്ങനെ നടന്നത് താഴോട്ട് ഇറങ്ങാണ്. അവിടെ നമുക്ക് ഓൾറെഡി നമ്മുടെ ട്രയൽ അവിടെ എൻഡ് ആയിരുന്നു അവര് ഓൾറെഡി എഴുതി വെച്ചു കേട്ടോ. അവിടെ നിന്ന് നമ്മള് തിരിച്ച് താഴോട്ട് പോവാണ്.
അങ്ങനെ നമ്മളിതേ പയ്യെ താഴോട്ട് പോകട്ടോ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും ആഹ് പോയിട്ടോ. എന്നുവെച്ചാല് ഇപ്പൊ ഈ ഭാഗത്ത് ആൾക്കാരില്ല, എല്ലാവരും താഴോട്ട് ഇറങ്ങി പോയിണ്ടായിരുന്നു. അങ്ങനെ ദേ ഇവിടെ കുറച്ച് പടിയൊക്കെ ഉണ്ട്, പടി ഇറങ്ങാനേ പാടുന്നു, പടി ഇല്ലാത്തോടത്ത് ഇറങ്ങേണ്ട അവസ്ഥ. അങ്ങനെ ഞാൻ സ്നേഹം കൊണ്ട് കൈപിടിച്ചിരിക്കുന്നതല്ല കേട്ടാ, വീഴാണ്ടിരിക്കാൻ വേണ്ടി കൈപിടിച്ചിരിക്കുന്നത്. വീണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീഴാലോ, അത്ര സ്നേഹാന്നൊക്കെ. അങ്ങനെ നമ്മള് ഇറങ്ങാവട്ടെ. ഇറങ്ങും ഭയങ്കര ഒരു, എനിക്കറിയില്ല, നമ്മളെങ്ങാ സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ കൊറേ കൊറേ നേരത്തേക്ക് നമുക്ക് അങ്ങോട്ട് ഉരുളാട്ടോ താഴെ വരെ. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും, ഇത് ഒരു മലയാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കുത്തനെ കയറണം, കുത്തനെ താഴോട്ട് ഇറങ്ങണം. അങ്ങനെ നമ്മൾ ഏകദേശം താഴെ എത്താറായിട്ടോ. നമ്മള് താഴെ ഏകദേശം പകുതിക്കായിട്ട് നമ്മൾ വീണ്ടും ഗുഹയിലേക്ക് ഇതുപോലൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ ഏകദേശം നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു, ഒരു 10 മണി 10:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടോ. അപ്പോ എന്താ പറയാ, എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പുതിയ പുതിയ സ്ഥലങ്ങളുടെ വീഡിയോ ആയിട്ടും ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, ഇത്രയുള്ളൂ. ബൈ.